ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സിമ്പിളായിട്ടൊരു ടോപ്പ് തയ്ച്ചെടുക്കാം കേട്ടോ. ജീൻസിൻ്റെ കൂടെയും മിഡിയുടെ കൂടെയും പലാസയുടെ കൂടെ ഒക്കെ ഇടാൻ പറ്റിയ ഒരു ടോപ്പ് തയ്ച്ചെടുക്കാം. ഞാൻ ഈ മെറ്റീരിയൽ വാങ്ങിയിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള പരാഗ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ്. മെറ്റീരിയൽസ് മാത്രമുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ അവിടെ ഇതുപോലെ കട്ട് പീസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും കുഞ്ഞ് ഡാമേജ് എന്തെങ്കിലുമൊക്കെ വന്നതൊക്കെ. എന്നിരുന്നാലും നമുക്കിത് കൊണ്ടൊക്കെ നല്ല ടോപ്പുകളൊക്കെ തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു മീറ്ററിന് ചിലപ്പോൾ നല്ല റേറ്റുള്ള തുണിയായിരിക്കാം. പക്ഷേ ഇത് നമുക്കൊരു 80 രൂപ 90 രൂപ ആ ഒരു റേറ്റിൽ 100 രൂപയിലും താഴെ റേറ്റിൽ നമുക്ക് ഇത്തരം മെറ്റീരിയൽസൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ ഞാനിതുകൊണ്ട് മോൾക്കാണ് ടോപ്പ് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് അളവിന് വേണ്ടിയിട്ട് അവളുടെ തന്നെ ഒരു ടീഷർട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. തുണി ആദ്യം 4ആയി മടക്കിയതിന് ശേഷമാണ് ടീഷർട്ട് അതിന് മുകളിൽ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ടീഷർട്ടിൻ്റെ കഴുത്തിൻ്റെ അളവ് ഇതിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. കഴുത്തിൻ്റെ അളവും ഷോൾഡറിൻ്റെ അളവും കൈക്കുഴി ഷേപ്പ് ഇറക്കം അതെല്ലാം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എല്ലായിടത്തും ഓരോ പോയിൻറ്റുകളാണ് ഇട്ടിരിക്കുന്നത്. ഇനി പോയിൻറ്റുകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ ടോപ്പിൻ്റെ ഒരു രൂപം കിട്ടും. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ തുണി 4ആയിട്ടാണ് മടക്കിയിട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒരേ അളവിലാണ് കഴുത്തിൻ്റെ ഇറക്കം ഉള്ളത്. അപ്പം ഞാൻ ഫ്രണ്ട് കഴുത്ത് കുറച്ച് ഇറക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം തുണി ഞാൻ മാറ്റിയിട്ടിട്ട് ഫ്രണ്ട് കഴുത്ത് കുറച്ച് ഇറക്കി കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അധികം ഇറക്കുന്നൊന്നുമില്ല, കുറച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ എല്ലാ സൈഡും ഒരുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ അളവിൽ മാറ്റം വരും. തയ്ച്ചെടുക്കുമ്പോൾ അതിന് മാറ്റം ഉണ്ടായിരിക്കും. എല്ലാ സൈഡും ഒരുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുത്തിറക്കം കുറച്ച് വെട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിലെ കഴുത്തും ബാക്കിലെ കഴുത്തും വെവ്വേറെ ഇറക്കാണ് കേട്ടോ. ഈ ടോപ്പിൻ്റെ ഭംഗി എന്ന് പറഞ്ഞത് അതിൻ്റെ കൈയിൻ്റെ മോഡലാണ് കേട്ടോ. ഇനി അതിൻ്റെ കൈയാണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തുണിയൊന്ന് മടക്കിയിട്ട് കൊടുക്കുക. ഇനി നമ്മൾ എല്ലാ ഭാഗത്തും ഒരേ അളവെടുക്കുക. ഞാനിപ്പോൾ ഒരു 8 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 8 ഇഞ്ച് എടുക്കുക. ഇനി ആ സെൻറ്റർ പോയിൻ്റ് ഉണ്ടല്ലോ, ആ കോർണർ ഉണ്ടല്ലോ, ആ കോർണറിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും 8 പോയിൻ്റ് തന്നെ നമ്മൾ അടയാളപ്പെടുത്തുക. അതായത് നമ്മൾ അംബ്രല്ല കട്ടൊക്കെ ചെയ്യില്ലേ, അംബ്രല്ല കട്ട് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ ഭാഗത്തും 8 ഇഞ്ച് അളവെടുത്തിട്ട് കറക്റ്റായിട്ട് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് കൈയിറക്കം എത്ര വേണം അതിനനുസരിച്ചിട്ട് ഇറക്കം കൂട്ടുക, വേണമെങ്കിൽ ഇറക്കം കുറയ്ക്കാം, എല്ലാം ചെയ്യാം. അപ്പം ഞാൻ മോൾക്കൊരു 8 ഇഞ്ച് എടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലായിടത്തും 8 ഇഞ്ച് എടുത്തിട്ട് ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ റൗണ്ട് ഷേപ്പിലാണ് വരിക. പക്ഷെ ഞാനത് നിവർത്തിയിട്ടിട്ടില്ല. നമുക്കിതിനെ 2 പാർട്ടാക്കണം. അപ്പം ഞാൻ നിവർത്താതെ തന്നെ അതിൻ്റെ നടുവിലൂടെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നമുക്ക് 2 ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റുഭാഗം നമുക്കൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. 2 പീസിൻ്റെയും ചുറ്റുഭാഗം നമ്മൾ മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ചുളിഞ്ഞിട്ടാണ് കിട്ടുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കാം. അയൺ ചെയ്ത് കൊടുത്ത് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രണ്ട് ഭാഗത്തിനും ബാക്ക് ഭാഗത്തിൻ്റെയും കഴുത്തൊന്ന് നമുക്ക് തയ്ച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു കട്ട് പീസ് എടുത്തിട്ട് മടക്കി തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ഞാൻ ലൈനിങ് വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ. ഇത് ചെറുതായിട്ടൊരു നെറ്റ് മോഡലാണ്. പക്ഷേ ഇതിനടിയിൽ നമ്മൾ ഷിമ്മിട്ട് കൊടുത്താൽ മതി. കുഞ്ഞുങ്ങൾക്കല്ലേ, എന്നാലും നല്ല ഭംഗി ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലൊരു കട്ട് പീസ് വെച്ചിട്ട് നമ്മൾ സാധാരണ ചുരിദാറും എല്ലാം തയ്ക്കുമ്പോൾ കഴുത്തിന് വേണ്ടി ഇതുപോലെ തയ്ച്ചു കൊടുക്കുമല്ലോ, ലൈനിങ് വെക്കാത്ത. അപ്പോൾ അതുപോലെ കഴുത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കട്ട് പീസ് ഇതുപോലെ മടക്കിയിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗം ഭംഗിയാവുള്ളൂ.
ഇപ്പം നമ്മൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഒരു ഭാഗത്തിൻ്റെ കഴുത്തും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. അപ്പം ഇനി അതും കൂടെ നമുക്കൊന്ന് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ബാക്കിലെയും ഫ്രണ്ടിലെയും കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ബാലൻസ് വന്നിട്ടുള്ള തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി വേണ്ടത് രണ്ടിൻ്റെയും ഷോൾഡർ തയ്ച്ചു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നല്ല ഭാഗം ഒരുമിച്ച് വെച്ചു ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഷോൾഡർ തയ്ച്ചെടുക്കാം. അപ്പോൾ നമുക്കന്ന് ഷോൾഡർ ഒന്ന് തയ്ച്ചെടുക്കാം. രണ്ട് ഷോൾഡറും തയ്ച്ചെടുത്തു. രണ്ട് ഷോൾഡറും തയ്ച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നിവർത്തിയിട്ട് കൊടുത്തിട്ട് നമുക്കതിൻ്റെ കൈക്കുഴി ഉണ്ടല്ലോ, കൈക്കുഴിയുടെ അവിടെയും നേരത്തെ കഴുത്ത് സ്റ്റിച്ച് ചെയ്തതുപോലെ ഒരു പീസ് ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു ഭാഗത്തെ കൈക്കുഴി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലുള്ള കൈക്കുഴി കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ. ഇപ്പം നമ്മൾ രണ്ട് സൈഡിലുള്ള കൈക്കുഴി ഇതുപോലൊരു കട്ട് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ ഇതൊന്ന് നിവർത്തിയിട്ട് കൊടുക്കുക. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൈ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചില്ലേ, കട്ട് ചെയ്തിട്ട് ഒരു ഡി ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അയൺ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു പീസാണ് നമ്മൾ കൈയിന് വെച്ച് കൊടുക്കുന്നത്. കൈ വയ്ക്കുന്ന ഭാഗത്തു നിന്ന് ഷോൾഡറിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കൈയിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് വെച്ച ഭാഗവും ഇപ്പോൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗത്ത് വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇനി നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. വളഞ്ഞു പോവാതെ നോക്കുക, നേരെ ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കൈ അപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഭാഗത്ത് കൂടെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കൈ സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞു. ഇതുപോലെ ഇങ്ങനെ തളർന്ന് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കിടക്കും. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലെ കൈയും കൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലെയും സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഷേപ്പാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിൻ്റെ അടിഭാഗം കൂടി ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ ഒന്ന് തുണി തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ കൈഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഷേപ്പ് ചെയ്യുമ്പോൾ പെടാതെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു വശത്തെ ഷേപ്പ് ചെയ്യൽ കഴിഞ്ഞു. ഇനി നമുക്ക് മറുവശം കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അടിവശം കൂടി ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം കേട്ടോ. അടിവശം ഷേപ്പ് ചെയ്ത് കഴിഞ്ഞതോടുകൂടി നമ്മുടെ ടോപ്പിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അവിടെ ഇവിടെയും നമുക്ക് പൊന്തി നിൽക്കുന്ന ബാലൻസ് നൂലൊക്കെ ഉണ്ടാവില്ലേ, ആ ത്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഫൈനലി നമ്മുടെ ടോപ്പിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോയിൽ എത്രത്തോളം ഭംഗി ഉണ്ടാവും എന്നറിയില്ല, പക്ഷേ കുട്ടികൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ ആ കൈയിൻ്റെ മോഡലാണ് കേട്ടോ കുട്ടികൾക്ക് ഇത് ഏറെ ഭംഗിയാക്കുന്നത്. കുട്ടികൾക്ക് എന്നുള്ളതല്ല, വലിയവർക്കും ഇതുപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇടാവുന്നതാണ്. ഞാൻ വിചാരിക്കുന്നു ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ടിൽ ഇതുപോലെ 2 ബട്ടൺസ് കൊടുക്കുക, അപ്പോൾ ഒന്നുകൂടി ഭംഗിയാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബട്ടൺസ് കൂടെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. വളരെ എളുപ്പമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയൊരു ടോപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.